ഹലോ ഗൈസ്, ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്ന് നോക്കിയപ്പോൾ നല്ല മഴയാണ് ഇവിടെ. ഇപ്പോൾ സമയം ഒരു 5:30 ആയിട്ടുണ്ടാവും. കുട്ടാപ്പു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നേരെ വന്ന് കണ്ടത് ഈ മഴയാണ്. അപ്പോൾ അവന് വഞ്ചി ഇറക്കണം വെള്ളത്തിൽ. അങ്ങനെ ന്യൂസ് പേപ്പറൊക്കെ എടുത്ത് അവന് പേപ്പർ വഞ്ചിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് വഞ്ചി ഉണ്ടാക്കണത്. കാരണം ഒരു തപ്പും പിടുത്തൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 2 വഞ്ചിയൊക്കെ സെറ്റ് ചെയ്ത് കുട്ടാപ്പു അത് വെള്ളത്തിൽ ഒഴുക്കാനായിട്ട് പോയി. അത് ഒഴുകണമെന്നുണ്ടായിരുന്നില്ല, എന്നാലും അവൻ്റെ ഒരു സമാധാനത്തിനും മനസ്സുഖത്തിനൊക്കെ വേണ്ടി അവൻ അതും വെച്ച് കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നല്ല കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി. മഴയും കട്ടൻ ചായയും മിച്ചറും, ആഹാ അന്തസ്. ഈ കുട്ടി കപ്പ് കുട്ടാപ്പൂൻ്റെയാണ്. എൻ്റെ മോന് പാൽ ചായ കുടിക്കാൻ ഇഷ്ടമില്ലെങ്കിലും കട്ടൻ ചായ അവൻ എന്തോരം വേണമെങ്കിലും കുടിച്ചോളും. അങ്ങനെ കുട്ടാപ്പ് മിച്ചറും കട്ടൻ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പപ്പ കുറച്ച് ഇരുമ്പമ്പുളി അച്ചാറിടാൻ കൊണ്ടുവന്നത്, അതുപോലെ ഉപ്പേരി വയ്ക്കാൻ 2 കടച്ചക്കയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ ഇരുമ്പമ്പുളി ഇനി ചീച്ച് കളയണ്ട, വേഗം അച്ചാറിട്ടോ എന്നാണ് പപ്പ പറഞ്ഞേക്കണേ. അപ്പോൾ നമ്മൾ വേഗം അത് അരിഞ്ഞ് ഉപ്പൊക്കെ തിരുമ്മി വെച്ചു. നല്ലെണ്ണ ചൂടായപ്പോൾ കടുക് പൊട്ടിച്ചു, ഉലുവ പൊട്ടിച്ചു, കുറച്ച് വേപ്പില ഇട്ടു. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി കൊടുത്ത് കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായംപൊടി ഇട്ട് നന്നായിട്ട് ആ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കുറച്ച് വിനാഗിരിയും കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അങ്ങോട്ട് തിളപ്പിച്ചു. നന്നായി തിള വരുമ്പോൾ നമ്മുടെ ഇരുമ്പമ്പുളി അതിലേക്ക് ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക. ഇവിടെ നന്നായി വേവിക്കും ഇരുമ്പമ്പുളി. ഒരു കുഴമ്പം പരിവാണ് ഇവിടുത്തെ ഇരുമ്പമ്പുളി അച്ചാറിന് എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെ നമ്മൾ പുളിയും ഉപ്പൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. അപ്പം നമ്മുടെ ഇരുമ്പമ്പുളി അച്ചാർ റെഡിയായി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.